ലോക്സഭയിൽ പ്രധാനമന്ത്രിയെ കടന്നാക്രമിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. പ്രധാനമന്ത്രിയെ തള്ളി ചൈനീസ് സൈന്യം ഇന്ത്യൻ മണ്ണിലുണ്ട് എന്ന് കരസേനാ മേധാവി പറഞ്ഞെന്നും മോദിയെ ക്ഷണിക്കാൻ ആവശ്യപ്പെട്ട് വിദേശകാര്യമന്ത്രിയെ യുഎസിലേക്ക് അയച്ചെന്നും രാഹുൽ ആരോപിച്ചു. പ്രസംഗത്തിൽ രാഹുലിനെതിരെ നടപടിക്ക് BJP നീക്കം തുടങ്ങി. പരാമർശങ്ങളിൽ തെളിവുകൾ നൽകിയില്ലെങ്കിൽ രാഹുലിനെതിരെ നടപടിയെടുക്കണമെന്നാണ് BJP നിലപാട്. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനുള്ള നന്ദിപ്രമേയ ചർച്ചയിൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ചർച്ചകൾക്ക് തുടക്കം കുറിച്ച രാഹുൽ ഗാന്ധി കടുത്ത ആരോപണങ്ങളാണ് പ്രധാനമന്ത്രിക്കെതിരെ ഉന്നയിച്ചത്. ചൈനീസ് സൈന്യം ഇന്ത്യൻ മണ്ണിൽ കടന്നു കയറിയിട്ടില്ലെന്ന പ്രധാനമന്ത്രിയുടെ വാക്കുകളെ കരസേനാ മേധാവി തന്നെ തള്ളിയെന്ന രാഹുൽ മോദിയെ ക്ഷണിക്കാൻ ആവശ്യപ്പെട്ട വിദേശകാര്യമന്ത്രിയെ യുഎസിലേക്ക് അയച്ചെന്നും ആരോപണം. We would not send our foreign minister to invite our prime minister to his coronation. We would not send him 3 or 4 times, please invite our prime minister. Because if we had a production system and if we were working on these technologies, the American president would come here. പരാമർശത്തിൽ എതിർപ്പുമായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവിന്റെ നേതൃത്വത്തിൽ ഭരണപക്ഷം രംഗത്ത് വന്നു. This is related to the relation between two countries. And he is making an unverified statement about invitation of the prime minister of our country. It's matter of our dignity. How can you make such kind of statement? He is leader of opposition, sir. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി പരാജയമെന്നും മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ ക്രമക്കേട് നടന്നെന്നും ആരോപിച്ച രാഹുൽ ഭരണഘടന ഉയർത്തി ജാതി സെൻസസ് ആവശ്യവും ഉന്നയിച്ചു. The new voters have been added mostly in the constituencies where BJP has swept. I am still not making an allegation. I am saying on the floor of the House that the Election Commission has to give the data of the Maharashtra elections to the Congress Party, to the Shiv Sena and to the NCP. സ്പീക്കർ ഓം ബിർളയെ കണ്ട കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഉന്നയിച്ച വിഷയങ്ങളിൽ തെളിവുകൾ നൽകിയില്ലെങ്കിൽ രാഹുലിനെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. ബജറ്റ് സമ്മേളനത്തിന്റെ 3-ാം ദിനം സഭ ചേർന്നയുടൻ കുംഭമേള ദുരന്തത്തിൽ പ്രത്യേക ചർച്ചയാവശ്യപ്പെട്ട് പ്രതിപക്ഷം ബഹളം വെച്ച് നടുത്തളത്തിലിറങ്ങിയെങ്കിലും സ്പീക്കർ വഴങ്ങിയില്ല. ആവശ്യമെങ്കിൽ നന്ദിപ്രമേയ ചർച്ചയിൽ വിഷയമുന്നയിക്കാൻ സ്പീക്കർ നിർദ്ദേശിച്ചു. 24 ഡൽഹി.